ആദ്യത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നിധിയും സുധീഷും കൂടെ വീണ്ടും കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അവർ സ്നേഹത്തോടെ ഇനി അങ്ങോട്ടേക്ക് ജീവിക്കാം എന്ന് തീരുമാനിച്ച് അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്താമെന്ന് വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ സുഭാഷും ഹരീഷും നികേഷും സുധീഷും നിധിയും കൂടെ അമ്പലത്തിലോട്ട് വരികയാണ്. അങ്ങനെ അവർ അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഭാസ്കരനുണ്ടാകും. അപ്പോൾ ഭാസ്കരന് അവരോട് ചോദിക്കും, എത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, അച്ഛനെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാം തിരയുകയായിരുന്നു എന്ന് പറയണം. അപ്പോൾ ഭാസ്കരൻ പറയും, ഇവിടെ ഇത്രയും വലിയ ജോലി ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെയാണോ? കല്യാണത്തിനുള്ള എല്ലാ പ്രിപ്പറേഷനുകളും നടത്തണ്ടേ? അപ്പോൾ ഞാൻ ഇവിടെ അല്ലേ വേണ്ടതെന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ സുഭാഷിന് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ഭാസ്കരന് നിധിയോടും സുധീഷിനോടും പറയും, അവിടെ അകത്ത് പോയി ഇരിക്കുക എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും അകത്തോട്ടേക്ക് പോകും. ആ സമയത്ത് ഭാസ്കരൻ പുറത്തോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ രാജീവനും അരുണും സാന്ദ്രയും നിധിയുടെ അമ്മയും എല്ലാം ഉണ്ടാകും. അങ്ങനെ ഭാസ്കരൻ ചെന്ന് രാജീവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വരൂ അകത്തോട്ടേക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറയും, ഞങ്ങൾ വരാം എന്ന് പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അവിടെ നിന്നും അകത്തോട്ടേക്ക് പോകും. അപ്പോൾ നിധിയുടെ അമ്മ പറയും, ഇവിടെ എന്താ പെണ്ണുങ്ങളൊന്നുമില്ലേ? പെണ്ണുങ്ങളല്ലേ എല്ലാവരെയും വെൽക്കം ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. ആ സമയത്ത് രാജീവൻ പറയും, അവിടെ പെണ്ണുങ്ങളില്ലല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടാകും എന്ന് പറയുകയാണ്. ഇതൊക്കെയാണോ നല്ല ചട്ടങ്ങൾ എന്ന് പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് അവർ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഇങ്ങനെ നിധിയും സുധീഷും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുധീഷ് നികേഷിനോട് പറയും, എടാ ആ ഫാനൊന്ന് ഇട്, നിധിക്ക് ചൂടെടുക്കുന്നുണ്ടാകും എന്ന് പറയണേ, മേക്കപ്പൊക്കെ ഒലിച്ച് പോകും എന്ന് പറയണേ. ആ സമയത്ത് നിധി പറയും, ഞാനതിന് മേക്കപ്പൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയും, വെറുതെ അല്ല, നല്ലൊരു ഭംഗി എന്ന് പറയണേ. ഇവിടെ ഒരു ക്യാമറാമാൻ വന്നിക്കാണ്ട് സുധീഷിനോടും നിധിയോടും പറയും, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്ക്, ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയണേ. അപ്പോൾ സുധീഷ് നികേഷിനോട് ചോദിക്കും, നീ എപ്പോഴാടാ ക്യാമറാമാനൊക്കെ ഏർപ്പാടാക്കിയത്? അപ്പോൾ നികേഷ് പറയും, ഞാൻ ഏർപ്പാടാക്കിയിട്ടില്ല സുധീഷ് ഏട്ടാ എന്ന് പറയുകയാണ്. അങ്ങോട്ടേക്ക് നിധിയുടെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും വരുന്നുണ്ടാവുക. അപ്പോൾ രാജീവൻ പറയും, ഞാനാണ് ഏർപ്പാടാക്കിയത്, സിമ്പിളായിട്ടുള്ള കല്യാണമാണ്, എങ്കിലും ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് പിന്നെയും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏർപ്പാടാക്കിയതാണെന്ന് പറയണേ. പിന്നീട് രാജീവൻ അവരോട് പറയും, വാ നമുക്ക് അവിടേക്ക് ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് പോയിട്ട് സാന്ദ്ര പറയും നിധിയോട്, നീ സൂപ്പറായിട്ടുണ്ട് എന്ന് പറയും, നീ ആഗ്രഹിച്ചതൊക്കെ നടന്നില്ലേ എന്ന് പറയാണ്. അപ്പോഴാണ് നിധിയുടെ ഏട്ടൻ്റെ അരുണിൻ്റെ കുഞ്ഞ് നിധിയോട് പറയും, സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കും, ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി പറയും, നിധി ആൻറ്റി കണ്ടെത്തിയ ആളല്ലേ, സൂപ്പറായിട്ടുണ്ട്. പിന്നീട് സുധീഷ് ചെന്ന് അരുണിനോട് പറയും, ഹെയർ സ്റ്റൈലൊക്കെ സൂപ്പറായിട്ടുണ്ട്, സുഖമായിരിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അരുണിൻ്റെ കൈ കയറി പിടിക്കുകയാണ്. ആ സമയത്ത് അത് തട്ടി മാറ്റിക്കൊണ്ട് അരുൺ അവിടെ നിന്നും പോകും. അത് കാണുമ്പോൾ നിധിക്ക് സങ്കടം വരികയാണ്. പിന്നീട് സുധീഷിനെയും നിധിയെയും ക്യാമറാമാൻ ഫോട്ടോ എടുക്കുകയാണ് അങ്ങോട്ടേക്ക്. അപ്പോഴാണ് നീതു വരിക. നീതു വന്നതിന് ശേഷം നിധിയോട് പറയും, ഏട്ടത്തി സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുകയാണ്. നിങ്ങളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ കല്യാണം കഴിക്കുന്നതെന്ന് പറയുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, അതാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം. സുധീഷും നിധിയും അതുപോലെ നീതും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് രാജീവനും നിധിയുടെ അമ്മയും കാണുന്നു. അപ്പം നിധിയുടെ അമ്മ പറയും, അവൾക്ക് എങ്ങനെ നമ്മളെ സങ്കടപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഇന്ന് ചിരിക്കാൻ തോന്നുന്നു എന്ന് പറയണേ. അപ്പോൾ രാജീവൻ പറയും, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും മിണ്ടാതെ നിൽക്കുക. സുധീഷും നിധിയും ഫോട്ടോ എടുക്കുന്ന സമയത്ത് സുധീഷ് നിധിയോട് ചോദിക്കും, ഞാൻ തോളിൽ കൈ വെച്ചോട്ടെ എന്ന്. അപ്പം നിധി പറയും ഓക്കെ എന്ന്. സമയത്ത് പൂജാരി പറയും, താലി കെട്ടാനുള്ള സമയമായി എന്ന്. അപ്പോൾ സുധീഷ് നിധിയോട് പറയും, നിധി പൂജാരി വിളിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ നിധി പറയും, പൂജാരി വിളിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയും, വിളിച്ചു, ഞാൻ കേട്ടല്ലോ എന്ന് പറയണേ. അപ്പോൾ നികേഷും പറയും, വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ കേട്ടില്ലല്ലോ. ഹരീഷും അതുപോലെ നീതും ഒക്കെ പറയും, വിളിച്ചിട്ടില്ല എന്ന്. അപ്പോൾ സുഭാഷ് പറയും, വിളിച്ചു, ഞാൻ കേട്ടു എന്ന് പറയണേ. അപ്പോൾ സുധീഷ് പറയും, വാ പെട്ടെന്ന് പോയി താലി കെട്ടാം എന്ന് പറയണേ. അപ്പോൾ നിധി പറയും, ഞാൻ വരാം, പക്ഷേ എനിക്ക് ഈ സാരി ഉടുത്തിട്ട് പെട്ടെന്ന് വരാൻ കഴിയില്ല എന്ന് പറയണേ. അപ്പോൾ ഹരീഷ് ചോദിക്കും, എന്താ ഇത്ര വലിയ ധൃതി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയും, എനിക്ക് ഭയമാണ്, നിധിയുടെ വീട്ടുകാരൊക്കെ വന്നില്ലേ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് പേടിയാണെന്ന് പറയണേ. ഇങ്ങനെ താലി കെട്ടാനും വേണ്ടി നിധിയും സുധീഷും വന്ന് മണ്ഡപത്തിൽ വന്ന് ഇരിക്കുകയാണ്. ആ സമയത്ത് നിധി രാജീവനോടും നിധിയുടെ അമ്മയോടും പറയും, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാല് വീഴാണ്. ആ സമയത്ത് രാജീവൻ പറയും, നല്ല ഇത് വരും മോൾക്ക്, എപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാകും എന്ന് പറയണേ. പിന്നെ പൂജാരി പറയും സുധീഷിനോടും നിധിയോടും, ഇനി അവിടെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പൂജാരി ക്രിയകളെല്ലാം ചെയ്യണം. ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.